ടൈൽ ഒട്ടുമ്പോൾ ചുമരിൽ എന്ത് ചെയ്യാന്ന് പറയാം, ഗ്രൗട്ട് ഇങ്ങനെ തേക്കുക. ചുമരിലിങ്ങനെ ഗ്രൗട്ട് തേക്കണം. ഓരോ ചുമര് ചിലത് ഉണക്കം ഉണ്ടാവും, നനഞ്ഞിരിക്കുന്ന ചുമരായിരിക്കത്തില്ല. അത് തേച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ ഓരോരോ ടൈലിനും ഇങ്ങനെ ഗ്രൗട്ട് തേക്കുക. ചുമരി ഇതേപോലെ ഗ്രൗട്ട് തേക്കുക. തേക്കുമ്പോൾ അത് ഉണങ്ങത്തില്ല, കുറച്ച് നനയ്ക്കണം. ഇങ്ങനെ ഗ്രൗട്ട് തേക്കുക. മുകളിലൊന്നും തേച്ചിട്ടില്ല, ഇവിടെ ഒന്നും ഗ്രൗട്ട് തേച്ചിട്ടില്ല. ഇത് ഇങ്ങനെ ഗ്രൗട്ട് തേച്ചതിന് ശേഷം ടൈലെടുക്കുക. ടൈലിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ബാത്റൂമായി എന്താണ് പ്രശ്നം? ഇങ്ങനെ ടൈലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് പരമാവധി ഗ്രൗട്ട് തേക്കാൻ ശ്രമിക്കുക. ഫുള്ളായിട്ട് ഗ്രൗട്ട് തേക്കുക. അതുകൊണ്ട് ചിലരിത് ഇത്ര ഇങ്ങനെ ഗ്രൗട്ട് തേക്കും. ഇങ്ങനെ എടുത്ത് തേച്ചിട്ട് ആ ചുമരിനകത്തങ്ങ് പതിക്കും. കംപ്ലീറ്റ് സ്ഥലത്ത് ഇങ്ങനെ ഗ്രൗട്ട് തേക്കുക. ഞാനൊരു 10-50 ബാത്റൂം ഇപ്പോൾ പൊളിച്ച് പണിതിട്ടുണ്ട്. കണ്ട ഇങ്ങനെ ഗ്രൗട്ട് തേക്കുക. അപ്പോൾ ഈ ടൈലിലൊന്നും ഗ്രൗട്ട് മൂലയ്ക്കൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ടൈലിൽ ഗ്രൗട്ട് തേക്കുമ്പോൾ അങ്ങനെ കംപ്ലീറ്റ് സ്ഥലത്ത് ഇങ്ങനെ ഗ്രൗട്ട് ആവണം. അപ്പോൾ കുറച്ച് സമയം പിടിക്കും. മറ്റേത് ഒരു ടൈൽ ഒട്ടുമ്പോൾ പിന്നെ 2 ടൈൽ ഒട്ടുമ്പോൾ ഇത് ഒരു ടൈൽ ഒട്ടാൻ പറ്റത്തുള്ളൂ. വീട്ടുകാരും പറയും, ആ മേശിരി വന്ന് ടൈൽ അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ഒട്ടിച്ച് തന്നു, നല്ല പണിക്കാരനാണെന്ന് പറയും. 2 കൊല്ലം കഴിയുമ്പോൾ മൊത്തം അടിയെല്ലാം ഇളകി തുടങ്ങും. അപ്പോൾ അവരെ ചീത്ത വിളിക്കും. അതുപോലെ ബാത്റൂമിൻ്റെ പണി ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സിമെൻറ്റ് കുറയ്ക്കരുത്. ഒരു 3 ചാക്ക് സിമെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ 5 ചാക്ക് ഉപയോഗിക്കുക. 2 ചാക്കിന് ഇപ്പോഴത്തെ വില അനുസരിച്ച് ഒരു 700 രൂപ വരത്തുള്ളൂ. അതിൽ കൂടുതൽ എന്തായാലും വരത്തില്ല. 700 രൂപ നമ്മൾ ലാഭം നോക്കുമ്പോൾ നമ്മൾ പല വീട്ടിലും പണിക്ക് പോകുന്നുണ്ട്. പോകുമ്പം സിമെൻറ്റ് എടുക്കാൻ പറയുമ്പോൾ അവർ പറയാറുണ്ട്, ഇത്രയും വേണോ, ഇത് പോരെ. ഒരു 2 കൊല്ലം കഴിയുമ്പോൾ ഇതിൻ്റെ ഡബിൾ പൈസ അവർ മുടക്കും. അവർ മുടക്കാതെ അവർ ചെയ്യത്തില്ല. കണ്ടോ, ഇതേപോലെ ഫുൾ ഗ്രൗട്ട് തേക്കുക. ടൈല് ഫുൾ ഗ്രൗട്ട് തേച്ചതിന് ശേഷം ഒട്ടിക്കണം. ഗ്രൗട്ടൊന്നും കുറയ്ക്കരുത്. കംപ്ലീറ്റ് ഫുൾ ഗ്രൗട്ട് തേച്ച് ചുമരിൽ ഗ്രൗട്ട് തേക്കുക. തേച്ചതിന് ശേഷം ഇത് പതിക്കുക. പതിച്ചാൽ അത് അടിപൊളിയായിട്ട് പതിക്കാൻ പറ്റും. വെള്ളമില്ലാതെ പതിക്കാൻ പറ്റും. സൗണ്ടാട്ടോ, ഞാൻ ഒറ്റയ്ക്കായ എണ്ണാണ്, അത് മൊബൈൽ പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചുമര് ഒട്ടിക്കുകയും കാണിച്ചില്ല. അല്ലോ, ഇതേപോലെ ഒട്ടിക്കുമ്പോൾ ഇങ്ങനെ ഗ്രൗട്ടാണ് 4 സൈഡിൽ. അപ്പോൾ അതിനകത്ത് പൊള്ളയില്ല. നമ്മൾ തട്ടുമ്പോൾ കണ്ട ഈ സൈഡിലെല്ലാം ഇങ്ങനെ ഗ്രൗട്ട് വന്ന് കാണും. അപ്പോൾ നമ്മളിതിങ്ങനെ കോരിയെടുക്കുക. കോരിയെടുക്കുന്നപ്പോൾ നമ്മൾ പറയേണ്ട കാര്യമില്ല, എല്ലാവരും ചെയ്യുന്ന കാര്യം. പക്ഷേ സാധാരണ ടൈൽ വെട്ടുമ്പോൾ അങ്ങനെ ഉറങ്ങത്തില്ല. കണ്ട മുകളിലുണ്ട ഈ ഗ്രൗട്ടെല്ലാം ഇങ്ങനെ തള്ളി ഇറങ്ങും. അപ്പോൾ സമയം പിടിക്കും. അപ്പോൾ നമ്മളൊരു ബാത്റൂം പൊട്ടിക്കുമ്പോൾ ഒരു 3 ദിവസം പിടിക്കും. ഒറ്റയ്ക്കാണ് കേട്ടോ, 2 പേരായിട്ടല്ല. 2 പേരാകുമ്പോൾ 2 ദിവസം മതി. അപ്പോൾ അത് കണ്ട ഇങ്ങനെ തട്ടി ഇങ്ങനെ ലെവലാക്കുക. ഇത് പഴയ ടൈലാണ് കേട്ടോ, പല കളറാണ് ടൈൽ. ഇത് പഴയ ഒരു വയ്യാതെ കിടക്കുന്ന ഒരാൾക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്നതാണ്. മൂലയൊക്കെ പൊട്ടിയ ടൈലുകളാണ്. അങ്ങനെ ചെയ്തു. മൂലയൊക്കെ പരമാവധി ജോയിൻ്റ് ഇല്ലാത്ത രീതിക്ക് ഒട്ടിപ്പടിക്കുക.
എല്ലാവരും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൂലകൾ. ഇത് പഴയ ടൈലാണ്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊട്ടലൊക്കെ ഉണ്ട്. ഇതൊക്കെ കംപ്ലൈൻ്റ് ഉള്ളതാണ്. കണ്ടോ, ടൈൽ ഒട്ടുമ്പോൾ എപ്പോഴും താഴെ ഒട്ടിച്ച്, ഇതപ്പോൾ നമ്മൾ ലെവൽ പിടിച്ചതിന് ശേഷം താഴത്തെ പീസ് കൂടെ ഒട്ടിച്ച് വിടണം. എന്നിട്ട് തറയിട്ടിട്ട് വയ്ക്കാൻ നിൽക്കരുത്. എല്ലാവരും ചെയ്യും. ഞാൻ പല സ്ഥലത്തിലും പൊളിക്കാൻ പോകുമ്പോൾ കാണുന്നത് ഈ ടൈൽ അടിയിലിടും, അടിയിലങ്ങ് വിരിക്കും. ഇവിടെ ഒട്ടിച്ചിട്ടില്ല, കാണിച്ചു തരാം. ഇങ്ങനെ അടിയിലങ്ങ് വിരിക്കും. ഇപ്പോൾ ഇവിടെ വരെ ഒട്ടിച്ചിട്ടുണ്ടാവേ, ഈ പീസ് ഇത് ഒട്ടിച്ചതിന് ശേഷം അവർ ഒട്ടിക്കുക. അപ്പോൾ ഈ വെള്ളം എല്ലാം ഇതിൻ്റെ ചുമലിലോട്ട് പിടിക്കുക. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ആര് ടൈൽ ഒട്ടിച്ചാലും, ഏത് പണിക്കാർ ഒട്ടിച്ചാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവിടെ വരെ ഒട്ടിക്കും ടൈൽ. ലെവൽ വയ്ക്കുമ്പോൾ അങ്ങനെ വയ്ക്കാൻ പറ്റത്തുള്ളൂ. കണ്ടോ, ഞാൻ ലെവൽ വയ്ക്കുമ്പോൾ അങ്ങനെ വയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ലെവൽ നോക്കിയിട്ട് ആൾക്കാരിങ്ങനെ ടൈൽ ഒട്ടിക്കും. ഒട്ടിച്ചിട്ട് ഈ പീസ് ഒട്ടിക്കത്തില്ല. കണ്ടോ, ഇവിടെ ഞാൻ ഒട്ടിക്കാതെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒട്ടിച്ച് ഞാനിങ്ങനെ പോകും. ഇത് അവിടെ ഒട്ടിച്ച് തീർത്തിട്ട് ഇവിടെ ഒട്ടിക്കും. ഇവിടെ നമ്മൾ സാധാരണ ചെയ്യുന്ന ആൾക്കാർ ഇവിടുത്തെ പീസ് ഒട്ടിക്കാണ്ട് ഈ തറ അങ്ങ് ഇടും. തറ ഇട്ടതിന് ശേഷം ഈ സൈഡിലുള്ള ചുമരിലങ്ങ് ടൈൽ ഒട്ടിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇതേപോലെ ഒട്ടിച്ചതിന് ശേഷം തറയിടാവും. അതും ഈ തറയിടുമ്പോൾ ഈ സൈഡിൽ ഗ്രൗട്ട് തേക്കണം. ഈ സൈഡെല്ലാം കുറച്ച് ഗ്രൗട്ട് തേക്കണം. തേച്ചിട്ട് വേണം കോൺക്രീറ്റ് ചെയ്തെല്ലാം. അപ്പോൾ ഒരിക്കലും കംപ്ലൈൻറ്റ് വരത്തില്ല. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, ചുമരിൽ ഗ്രൗട്ട് തേക്കുക. ചുമരിലാണ് ഇതേപോലെ ഗ്രൗട്ട് തേച്ചതിന് ശേഷം ടൈൽ ഒട്ടിക്കുക. ഒരിക്കലും കംപ്ലൈൻറ്റ് വരത്തില്ല. കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും കംപ്ലൈൻറ്റ് വരത്തില്ല. ലീക്കോ ഒന്നും വരത്തില്ല. പിന്നെ ചുമര് വെട്ടി പൊളിക്കും.